ഹായ്, ഇന്ന് റിലീസ് ചെയ്യേണ്ടിയിരുന്ന സൂര്യയുടെ കറുപ്പ് എന്ന സിനിമ ഇന്ന് റിലീസ് ചെയ്തില്ല. ചില പ്രശ്നങ്ങൾ കാരണം സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആദ്യം 9 മണിക്കുള്ള ഷോ ക്യാൻസൽ ചെയ്തു എന്നാണ് അറിഞ്ഞത്. പിന്നീട് അടുത്ത ഷോ തുടങ്ങും എന്ന് വിചാരിച്ചു, പക്ഷെ അടുത്ത ഷോ ഉണ്ടായിരുന്നില്ല. ഇതുവരെയും ഒരു ഷോയും ഒരിടത്തും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ്. ചില പ്രശ്നങ്ങൾ സിനിമയ്ക്കുണ്ട്, സിനിമയ്ക്കെതിരെ സ്റ്റേ വന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും സൂര്യയ്ക്ക് കഷ്ടകാലമാണ്, സിനിമയ്ക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ അതിരടി എന്ന സിനിമ ഇന്ന് റിലീസായി. ഇന്നലെ പ്രീമിയർ ഷോ ഉണ്ടായിരുന്നു. പ്രീമിയർ ഷോയിൽ ഗംഭീര റിപ്പോർട്ടാണ് സിനിമയ്ക്ക് വന്നത്. എല്ലാ റിവ്യൂവേഴ്സും ഗംഭീരം എന്നുള്ളത് തന്നെയാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് സിനിമയെക്കുറിച്ച് ഗംഭീര റിപ്പോർട്ടല്ല കേൾക്കുന്നത്. പലയിടത്തു നിന്നും ഗംഭീരം എന്നുള്ള അഭിപ്രായം വരുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ സിനിമയെക്കുറിച്ച് അത്രയ്ക്ക് നല്ല റിപ്പോർട്ടും അല്ല കിട്ടുന്നത്. അതായത് ചില ആൾക്കാർക്ക് വർക്കായി, ചില ആൾക്കാർക്ക് വർക്കായിട്ടില്ല എന്നുള്ളതാണ്. ഇന്നാണ് ഞാൻ സിനിമ കണ്ടത്. ഒരുപക്ഷെ ഒരുപാട് പ്രതീക്ഷിച്ച് പോയത് കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്കും സിനിമ ഗംഭീരം എന്ന് തോന്നിയില്ല. ഒരു ആവറേജ് എന്നുള്ള അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ടോവിനോ കിടുവായിരുന്നു, ബേസിൽ കിടുവായിരുന്നു എന്നൊക്കെ. പക്ഷെ എനിക്ക് അത്രയ്ക്ക് വലിയ കിടുവായിട്ടൊന്നും തോന്നിയില്ല. വിനീത് ശ്രീനിവാസന്റെ അവസാന നിമിഷങ്ങളിലെ പെർഫോമൻസ് കുറച്ച് ഇഷ്ടമായി എന്നതൊഴിച്ചാൽ സിനിമ ഒരു ആവറേജ് അനുഭവം മാത്രമാണ് എനിക്ക് സമ്മാനിച്ചത്. വേൾഡ് വൈഡ് അഡ്വാൻസ് പ്രീ സെയിലിലൂടെ മാത്രം 4 കോടിക്ക് മുകളിൽ നേടിയെടുത്ത സിനിമ എന്തായാലും 10 കോടിക്കടുത്തുള്ള ഒരു തുക നേടിയെടുക്കും എന്നുള്ളത് തന്നെയാണ്. തിയേറ്ററിൽ ഗംഭീര തിരക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയ തിയേറ്ററിൽ ഒരു 50% താഴെ മാത്രമേ ആളുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഏകദേശം 8 കോടിയോളം വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യൂത്തിന് ഒരുപക്ഷെ സിനിമ നല്ല രീതിയിൽ വർക്കാവും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ദൃശ്യം 3യുടെ ബുക്കിംഗ് കളക്ഷൻ 10 കോടി കടന്നിരിക്കുന്നു. വലിയ കളക്ഷനാണ് സിനിമ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും സിനിമ റിലീസ് ചെയ്യാൻ ഒരാഴ്ച ബാക്കിയുണ്ട്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ 4 കോടിക്ക് മുകളിൽ നേടിയെടുത്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ ഇതിനു മുൻപ് പ്രീസെയിലിലൂടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ, അതായത് പടം റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 5 സിനിമകൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും മുന്നിലുള്ളത് എമ്പുരാൻ എന്ന സിനിമയാണ്. എമ്പുരാൻ 12 കോടിക്ക് മുകളിലാണ് കേരളത്തിൽ ബുക്കിങ്ങിലൂടെ മാത്രം നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്ത് ലിയോ എന്ന സിനിമയാണ്. 8 കോടി 17 ലക്ഷമാണ് സിനിമ പ്രീസെയിലായിട്ട് കേരളത്തിൽ നിന്ന് നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്ത് കൂലി എന്ന സിനിമയാണ്. പ്രീസെയിൽ കളക്ഷനിലൂടെ 8 കോടി 3 ലക്ഷം നേടിയെടുത്തപ്പോൾ 4ാം സ്ഥാനത്ത് പാട്രിയറ്റ് എന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ്. സിനിമ 5 കോടി 75 ലക്ഷം നേടിയെടുത്തു. 5ാം സ്ഥാനത്ത് KGF ചാപ്റ്റർ 2 സിനിമ 4 കോടി 30 ലക്ഷവും നേടിയെടുത്തു. ഇതാണ് കേരള ബോക്സ് ഓഫീസിൽ പ്രീസെയിലിലൂടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത 5 സിനിമകൾ. ഇവിടെ ദൃശ്യം എന്ന സിനിമ റിലീസ് ചെയ്യാൻ 7 ദിവസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ 4 കോടിക്ക് മുകളിൽ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ അത് എത്രത്തോളം വരും എന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എമ്പുരാന്റെ റെക്കോർഡ് മറികടക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് ഒരു സംശയമായിട്ടുള്ളൂ. എന്തായാലും 10 കോടി എന്ന മാന്ത്രിക സംഖ്യ പ്രീസെയിലിലൂടെ തന്നെ മറികടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിയേറ്ററുകൾ ഓരോന്നായി ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നു. നാളെ മുതൽ കുറച്ച് തിയേറ്ററുകളിൽ കൂടി ബുക്കിംഗ് ആരംഭിക്കും. തിങ്കളാഴ്ച മുതൽ ഭൂരിഭാഗം തിയേറ്ററുകളിലും ബുക്കിംഗ് ആരംഭിക്കുന്നതായിരിക്കും. അതിലൂടെ വമ്പൻ കളക്ഷൻ സിനിമ നേടിയെടുക്കും. ഇതുവരെ 10 കോടി വേൾഡ് വൈഡ് ആയിട്ട് മറികടന്നിരിക്കുന്ന സിനിമ എന്തായാലും 30 കോടിക്ക് മുകളിൽ ഈ സിനിമ പ്രീസെയിലിലൂടെ തന്നെ സ്വന്തമാക്കും എന്നുറപ്പാണ്. കാത്തിരിക്കാം ദൃശ്യം 3യുടെ ഫൈനൽ പ്രീസെയിൽ എത്രയാണ് എന്നറിയാൻ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.